നമ്മൾ ഇന്നൊരു എഗ് ബിരിയാണിയുടെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ടേസ്റ്റുള്ള വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു എഗ് ബിരിയാണി. ഇപ്പോൾ കുട്ടികൾക്ക് ഉച്ചക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തയക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റുള്ള ഒരു ഐറ്റം. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. ഒരു 10-20 മിനിറ്റ് കൊണ്ട് നമുക്ക് പണി കഴിയും. ഒരു ഇതിൽ അരി വേറെ വേവിക്കുക, മസാല വേറെ ഉണ്ടാക്കുക, അങ്ങനെയൊന്നുമില്ല. എല്ലാം ഒരുമിച്ചാണ്. ഒരു 20 മിനിറ്റ് കൊണ്ട് നമുക്ക് ബിരിയാണി റെഡിയാക്കിയെടുക്കാം. ഒരുപാട് ചേരുവകളൊന്നുമില്ല. നമ്മുടെ വീട്ടിലുള്ള നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന മസാലകളൊക്കെ തന്നെയാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുക നമുക്ക് വേഗം നോക്കിയിട്ട് വരാം. എഗ് ബിരിയാണി ഉണ്ടാക്കാൻ നമ്മൾ 2 കപ്പ് അരിയാണ് എടുത്തത്. ഇതിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ച് നല്ല വൃത്തിക്ക് കഴുകി വെക്കാം. ഇത് പണ്ടൊക്കെ നമ്മൾ തുണിയിൽ കെട്ടി വെക്കുകയാണ് ചെയ്യുക, വെള്ളം ഊറാൻ വേണ്ടിയിട്ട്. അങ്ങനെ വലിയ പണിയൊന്നുമില്ല. കുറച്ച് സമയം അരിപ്പയിൽ എടുത്തിട്ടാൽ അരിപ്പയിലൊന്ന് കഴുകിയിട്ട് കഴിഞ്ഞാൽ വേഗം വെള്ളം ഊറിക്കിട്ടും. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. നമുക്കിതിന് വേണ്ടിയിട്ട് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കണം. അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ, ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കുറച്ച് മല്ലിയിലയും, കുറച്ച് നാരങ്ങ നീരും കൂടി ഇതിനകത്തേക്ക് പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. ഒരു പുളിക്ക് വേണ്ടിയിട്ടാണ്. നമുക്ക് നല്ലോണം അടിച്ചെടുത്ത് നല്ല ഒരു ചതച്ച് വന്നിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് ഇതിലേക്ക് നമ്മൾ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരു 2 ടീസ്പൂൺ നെയ്യ്. ഇനി ഇതിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് വറക്കുകയാണ് വേണ്ടത്. അതൊക്കെ നമുക്ക് ആദ്യം വറുത്ത് കോരി വെച്ചാൽ പിന്നെ ലാസ്റ്റ് പണി എളുപ്പമാണ്. അപ്പോൾ നമുക്കിതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ട അളവിനനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടം പോലെ അണ്ടിപ്പരിപ്പ് ഇത് വറുത്ത് വെച്ച് കഴിഞ്ഞാൽ വേഗം തീരും ഇവിടെ. അപ്പോൾ ഞാൻ കുറച്ചധികം വറക്കും എപ്പോഴും. ഇടാനാകുമ്പോൾ കുറച്ചേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അണ്ടിപ്പരിപ്പ് ഏകദേശം മുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മുന്തിരിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ചും കൂടെ നെയ്യാക്കി കൊടുക്കുകയാണ്. ഒരുപാട് നെയ്യൊന്നും വേണ്ട. ഒരു ടീസ്പൂൺ കൂടെ നെയ്യ് അതിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഏലക്കായ, കുറച്ച് പട്ട, ഗ്രാമ്പൂ ഒക്കെ ഇട്ട് കൊടുക്കാം. അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടിയുള്ള പേസ്റ്റാണ്, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പച്ചമണമൊന്ന് മാറുന്നത് വരെ നമുക്ക് വഴറ്റി കൊടുക്കാം. നല്ല മണമൊക്കെ വരുന്നുണ്ട്. നമ്മൾ മുറിച്ച് വെച്ച ഉള്ളി, ഒരു 3 വലിയ ഉള്ളിയാണ്. അത് ചെറുതായി അരിഞ്ഞതാണ്, നേർമയായിട്ട് അരിഞ്ഞതാണ്. ഇത് നമുക്കിന് നല്ലവണ്ണം ഇതിനെ വഴറ്റി കൊടുക്കണം. ഫുള്ളിൽ വെച്ച് കരിഞ്ഞു പോകരുത്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇങ്ങനെ നല്ലോണം വഴറ്റി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഒരു ഇളം ബ്രൗൺ കളറായി വരുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒന്ന് അടച്ച് വെച്ചാൽ വേഗം വെന്ത് കിട്ടും. അപ്പോൾ ഇതിപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. നമ്മൾ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 2 തക്കാളിയാണ്. അതും ഒന്ന് അടച്ച് വെച്ച് നമുക്ക് വേവിക്കാം. തക്കാളി ഒന്ന് നല്ലോണം പിടിച്ചോട്ടെ. അപ്പോൾ അത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് കക്കിരി, ഉള്ളി, കുറച്ച് തക്കാളി, അതിലേക്ക് ഇത്തിരി നാരങ്ങയും കൂടെ പിഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ സാലഡിന് വേണ്ടിയിട്ടാണ്. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് ബാക്കിയുണ്ട്. അതും കൂടെ നമ്മൾ അതിനകത്തേക്ക് മിക്സ് ചെയ്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. കുറച്ച് ഞാൻ അതിനകത്തേക്ക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്ത് നമ്മുടെ സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉള്ളിയും തക്കാളിയും നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഇതിന് വേണ്ടുന്ന മസാലകൾ ഇട്ട് കൊടുക്കാൻ പോവാണ്. നല്ല മൂത്ത് വന്നിട്ടുണ്ട്. നല്ല മണമൊക്കെ വരുന്നുണ്ട്. നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് ആദ്യം. അതിൻ്റെ കൂടെ 2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് ഗരം മസാല,
ഇത് ചിക്കൻ മസാലയാണ്. ഒരുപാട് ഇടണ്ട, കുറച്ച് ചിക്കൻ മസാലയും കൂടെ ഇട്ട് കൊടുക്കാം. കുറച്ച് കുരുമുളക് പൊടി. കുറച്ച് നമ്മൾ ബിരിയാണി മസാല പൊടിച്ച് വെച്ചതാണ്, അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മസാലകളെല്ലാം കൂടെ നമുക്ക് നല്ലോണം മിക്സ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണോ ചിക്കൻ ഇല്ലാതെ എഗ് ബിരിയാണി ഉണ്ടാക്കുന്നത്, അപ്പോൾ ചിക്കൻ മസാല ഇത്തിരി ഇട്ടാൽ നല്ല രസം ഉണ്ടാവും. ഗരം മസാല, അതുപോലെ മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഞാൻ അങ്ങനെ ഇടാറില്ല. പിന്നെ ഇത്തിരി ചിക്കൻ മസാലയൊക്കെ ഇട്ട് നല്ലവണ്ണം ഇത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇത് നല്ലോണം വഴറ്റി നല്ല പാകമായിട്ടുണ്ട്. കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മല്ലിയിലയും പുതിനയിലയും നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിനകത്ത് പുതിനയില ഞാൻ നേരത്തെ അരക്കുമ്പോൾ ഇത്തിരി ഇട്ടിരുന്നു. ഇനി നമ്മൾ ഇതിനകത്തേക്ക് അരി നമ്മൾ വെള്ളം ഒഴിക്കാൻ പോവുകയാണ്. അരിക്ക് അനുസരിച്ചാണ് വെള്ളം. 2 കപ്പ് അരിയാണ് എടുത്തത്. ഇത് കുറച്ച് വേവുള്ള അരിയാണ്, അതുകൊണ്ട് ഞാൻ 4 കപ്പ് തന്നെ വെള്ളം എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ അരി എങ്ങനെയാണോ അതിനനുസരിച്ച് വെള്ളം എടുക്കുക. ശരിക്കും 1 കപ്പിന് 1.5 കപ്പ് വെള്ളം എന്നാണ്, പക്ഷേ എനിക്ക് ഇത്തിരി വെന്തിട്ടാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ 2 കപ്പ് തന്നെ വെള്ളം എടുത്തിട്ടുണ്ട്. 1 കപ്പിന് 2 കപ്പ്, അപ്പം 2 കപ്പ് അരിയാണ് ഞങ്ങൾ എടുത്തത്. അപ്പം 4 കപ്പ് വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത്തിരി ചൂടായ വെള്ളമാണ്, അതുകൊണ്ട് വേഗം തിളച്ചു. അപ്പോൾ വെള്ളവും മസാലയൊക്കെ കൂടെ ഒന്ന് നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഉപ്പ് നോക്കണം. ഉപ്പ് കുറവാണെങ്കിൽ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. ഈ സമയത്ത് തന്നെ ഉപ്പിടണം. പിന്നെ അരിയിട്ട് കഴിഞ്ഞാൽ ഉപ്പ് റെഡിയാവില്ല. അരിയിട്ട് കഴിഞ്ഞ് ഇളക്കി കഴിഞ്ഞ് ആ സമയത്ത് ഒന്ന് ഉപ്പ് നോക്കിയിട്ട് കുറവാണെങ്കിൽ ഇടാം. ഇനി നമ്മൾ നേരത്തെ അരിപ്പയിലേക്ക് എടുത്ത് വെച്ച അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കൊന്നും ചെയ്യാനില്ല. ഒന്ന് നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് ഫുള്ളിൽ വെച്ചിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നല്ലവണ്ണം തിള വരും. തിളച്ച് കഴിഞ്ഞാൽ ഒന്ന് ഒരു സിം ഫ്ലെയിമിൽ അല്ലെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ ആക്കിയിട്ട് അടച്ചു വെക്കുകയാണ് വേണ്ടത്. ഇത്തിരിയും കൂടെ നെയ്യാക്കി കൊടുക്കുന്നുണ്ട്. ഒരു മണത്തിനാണ്, നല്ല രസമാണ് ഈ ഒരു സമയത്ത് നെയ്യാക്കി കൊടുത്താൽ. അപ്പോൾ നമുക്കതൊന്നും കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇനി അടച്ചു വെക്കാം. ഇതവിടെ നിന്ന് വേവട്ടെ. ഒരു 2-3 മിനിറ്റ് കൊണ്ട് വെന്ത് കിട്ടും. 3 മിനിറ്റ് ആയിട്ടുണ്ട്. ഏകദേശം ഒന്ന് വെന്ത് വെള്ളം വറ്റി വരുന്നുണ്ട്. ഒന്നും കൂടെ അടച്ച് വെക്കാം. അപ്പോൾ നമ്മൾ അതിലേക്ക് 3 മുട്ട റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തോല് കളഞ്ഞ് റെഡിയാക്കി വെച്ചതാണ്. അപ്പോൾ ഇപ്പോൾ ഒരു 4 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ അരി നല്ലവണ്ണം വെന്ത് പാകമായിട്ടുണ്ട്. പാകമാണ്. ഞാൻ ഒഴിച്ച വെള്ളം കണക്കാണ്. അപ്പോൾ നമ്മുടെ ബിരിയാണി റൈസ് ഇവിടെ റെഡിയായി. ഇതിന് മേലെ നമുക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയും അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് സമയം കൂടെ അവിടെ ഒന്ന് ഒരു ചെറിയ തീയിലൊന്ന് നിന്നോട്ടെ. അത് 3 എഗ്ഗാണ് ഞാൻ പുഴുങ്ങി റെഡിയാക്കി വെച്ചത്. അതും കൂടെ നമുക്ക് ഇതിനകത്തേക്കൊന്ന് പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കാം. ഒരു 2 മിനിറ്റും കൂടെ വേണമെങ്കിൽ നമുക്ക് സിം ഫ്ലെയിമിൽ ഒന്ന് ദം ചെയ്യാമത്. നല്ല അടിപൊളി ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനകത്തൊന്നും ചെയ്യാനില്ല. കുട്ടിക്ക് ഉച്ചയ്ക്ക് ലഞ്ച് ബോക്സിൽ വെച്ച് കൊടുക്കാൻ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. ഇപ്പോൾ രാവിലെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 20 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ ഒരു ബിരിയാണി ഉണ്ടാക്കിയെടുക്കാം. അരി വേറെ വേവിച്ചെടുക്കുക, മസാല വേറെ ഉണ്ടാക്കുക ഒന്നുമില്ല. എല്ലാം ഒരുമിച്ച് കുക്കറിൽ വിസിൽ വരുത്തിയതല്ല. കുക്കറിൽ വേണമെങ്കിൽ കുക്കറിലും ഉണ്ടാക്കാം. കുക്കറിൽ വിസിൽ വരുത്താതെ തന്നെ നമുക്ക് ഉണ്ടാക്കാം. ഇത് ഞാൻ പാനിൽ തന്നെയാണ് ഉണ്ടാക്കിയത്. എല്ലാം കൂടി ഒരു 20-25 മിനിറ്റ് കൊണ്ട് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ചോറും കറിയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഒരു 2 മണിക്കൂറത്തെ പണി ശരിക്കും ഉണ്ടാവും. അപ്പോൾ ഉച്ചക്കത്തേക്ക് എളുപ്പമാണിത്. മക്കൾക്ക് ലഞ്ച് ബോക്സിൽ വെച്ച് കൊടുത്താൽ നല്ല ഇഷ്ടമാവും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള, കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്, നല്ല രസമുണ്ടായിരുന്നു ബിരിയാണി. അപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുക.